Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കട്ട്ലറ്റ് ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ ചിക്കൻ കട്ട്ലേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചിക്കൻ പിസ്സ കട്ട്ലേറ്റ് ആണ്. ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. ഇത് ചോറിൻ്റെ കൂടെ അല്ല, നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ചീസി കട്ട്ലേറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ വെജിറ്റബിൾസ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ വെജിറ്റബിൾസ് വെക്കാം. ഇപ്പോൾ ചിക്കൻ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ ചിക്കൻ ഇല്ലാതെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നല്ല സ്വാദുള്ളൊരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങാണ്, പുഴുങ്ങിയിട്ടുള്ള ഉരുളൻകിഴങ്ങ്. ഞാനിവിടെ ഒരു 4 ഉരുളൻകിഴങ്ങാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളയണം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഞാനതൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇതിനകത്ത് സാധാരണ നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങിയെന്ന് പറഞ്ഞാലും അത് ഉടച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ കുറച്ചിങ്ങനെ കഷ്ണങ്ങൾ പോലെയൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് അങ്ങനെ ആ ഒരു ചെറിയ കഷ്ണം പോലും നമുക്ക് പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി ഈ എടുത്ത് ഉരുളൻകിഴങ്ങ് ഒത്തിരി അങ്ങ് ചൂടൊന്നും ആറിയിട്ടില്ല, കണ്ടോ പുകയൊക്കെ പോകുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടല്ല ഞാനൊന്ന് കുഴയ്ക്കുന്നത്, ഞാനത് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം പോലും കിടക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പറ്റുന്ന പോലെ നല്ലതുപോലൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം, കണ്ടോ, ഒരു തരി പോലും കട്ടിയില്ലാതെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഈ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ളത് ചേർക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, ഇത് രണ്ടും മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പെപ്പർ പൗഡറും അതുപോലെ ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഇതൊരു ചിക്കൻ പിസ്സ കട്ട്ലേറ്റ് അല്ല, അപ്പോൾ ചിക്കൻ അല്ലേ, അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ വേണം. അതിനായിട്ട് ഞാൻ ചിക്കൻ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് കുക്കറിൽ ഒരു 2-3 അടി അടിച്ചിട്ട് വേവിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനാണ് ഇതുപോലെ ഞാനിങ്ങനെ നല്ലതുപോലെയൊക്കെ ഇങ്ങനെ പിച്ചി ചീന്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കട്ട്ലേറ്റിനകത്ത് നമുക്ക് മുഴുവനോട് കൂടെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കിയിട്ടുണ്ട് ചിക്കൻ. ഞാനിപ്പോൾ ആ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഇതുപോലെ ഇങ്ങനെ, നമ്മൾ ഇതിനെ പുൾഡ് ചിക്കൻ എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ എന്നൊക്കെ പറയും. ഒന്നുമില്ല, നമ്മുടെ ചിക്കൻ്റെ പീസിൽ നിന്ന്, വേവിച്ച ചിക്കൻ പീസിൽ നിന്ന് നമ്മൾ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പിച്ചി ചീന്തി ഈ ഒരു പരുവത്തിനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പിസയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കട്ട്ലറ്റിന് വേണ്ടുന്ന ഉള്ളിൽ വെക്കാനുള്ള ഇച്ചിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് എന്താ പറയുക, ഇപ്പോൾ ഒരു പിസയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് പിസയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടം, അതിൻ്റെയൊക്കെ ഒരു മസാല നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സോസാണ്. ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടൊക്കെ പിസ്സ സോസ് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. ഇനിയിപ്പോൾ പിസ്സ സോസ് റെഡിമെയ്ഡ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പിസ്സ സോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനായിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ബട്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിന് പകരം എണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. പക്ഷേ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചെറിയ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു വെളുത്തുള്ളി കരിഞ്ഞ് ആ ഒരു കളറ് പോലും മാറരുത് കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അന്നേരം തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ അരിയുന്നതിന് പകരം ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിൽ പോലും ഗ്രേറ്റർ വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു നമ്മളത് വെളുത്തുള്ളി നമുക്ക് കടിക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാനത് കൈ എൻ്റെ പോവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ഗ്രേറ്റ് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ വെളുത്തുള്ളിയുടെ പച്ചമണക്കം മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ടൊമാറ്റോ സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ആദ്യം. പക്ഷേ പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ പിന്നീട് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ പറയുവാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 3.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു തക്കാളി ഉണ്ടെങ്കിൽ ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ട് അത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഇതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 30 സെക്കൻഡോളം ആ സോസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഉള്ള പാല്, അത് തിളപ്പിച്ച പാലാവാം, തിളപ്പിക്കാത്ത പാലാവാം, പാക്കറ്റ് പാലാവാം. അപ്പോൾ എന്താണെങ്കിലും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഈ ഒരു ടൊമാറ്റോ സോസ് അല്ല, അതിന് ഇച്ചിരി അസിഡിക്കൊക്കെ ഉള്ളതുകൊണ്ട് അസിഡിക് ആണ് എന്നുള്ളത് കൊണ്ട് അതിനകത്തോട്ട് അതൊന്ന് ബാലൻസ്ഡ് ആക്കാനും ഒന്ന് ലൈറ്റർ ആക്കാനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കണം. എന്താണെന്നറിയാവോ, നമ്മൾ ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും പഞ്ചസാര എന്തിനാ സോസിനകത്ത് ചേർക്കണേന്ന്. പക്ഷേ ഈ ഒരു പിസ്സ സോസിനൊക്കെ ഇച്ചിരി പഞ്ചസാര ഉണ്ടാവും, എന്നാലാണ് നമുക്കൊരു പിസ്സ കഴിക്കുമ്പോൾ ഇച്ചിരി ഒരു മധുരമൊക്കെ നമുക്ക് കിട്ടണ്ടേ ആ സോസിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അത്രയും മതി കേട്ടോ. പിന്നെ ഞാൻ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി സോസൊക്കെ ഇച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 സവോള ചെറുതായി അരിഞ്ഞത്, ഒരു 1/2 തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം ഇച്ചിരി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് കളർ ക്യാപ്സിക്കം ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്സയ്ക്ക് ഉള്ളിൽ എന്തൊക്കെ കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ഇതിനകത്തും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പിസ്സ സോസ് ഒത്തിരി പേര് ഈ പിസ്സ സോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ഓർത്ത് ഒത്തിരി വിഷമിക്കാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അതിന് ഇച്ചിരി പൈസ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പിസ്സ സോസ് ഇനി മേടിക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് ഇതേപോലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് വരാനായിട്ട് ബട്ടറിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാക്കി വെച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും 1 മാസം വരെ അതൊരു കുഴപ്പം കൂടാതിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒറിഗാനോ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കറിയാം, ഒരു പിസ്സ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ഇറ്റാലിയൻ ഹെർബിൻ്റെ ഒക്കെ ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഒറിഗാനോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നമ്മൾ ഇതിന് പകരം കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഈ ഒറിഗാനോ ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. പിന്നെ ഒരു പിസ്സയുടെ ഒരു ഇച്ചിരി ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഞാനത് ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഓൾറെഡി ആ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതിൽ നമ്മൾ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പ് ഞാനിവിടെ ഒരു 2 നുള്ളുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ആ സവോളയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ, ഒരു മീഡിയം ഹൈയിൽ തന്നെ വെക്കണം. കാരണം നമ്മൾ ഒത്തിരി ലോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. സവോളയും ആണെങ്കിലും തക്കാളിക്ക് ആണെങ്കിലും നമുക്ക് ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടുന്ന പരിവാണ് ഏറ്റവും നല്ലത് ഈ ഒരു പിസ്സ കട്ട്ലേറ്റിന്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച്, അതായത് കുരുമുളകും അതുപോലെ ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്മി പിടിപ്പിച്ച് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അപ്പോൾ ആ ചിക്കൻ ഞാൻ നല്ലതുപോലെ ഇങ്ങനെ എന്താ പറയുക പിച്ച് ചീന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പൊടിയായിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അതും ഇതിനകത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ അതാ ഞാനൊരു 30 സെക്കൻഡോളം ഇതൊന്ന് മിക്സ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാണ്. ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ്. അപ്പോൾ ഇതിന് ചിക്കൻ വേണ്ട, വെജ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം. അപ്പോൾ ഇതാ ഞാനിത് എന്തായാലും ഒരു ബൗളിനകത്തോട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് ഇത് ചിക്കൻ ഒരു ബൗളിനകത്ത് റെഡിയാണ്, നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതിനകത്ത് റെഡിയാണ്. ഇനി ഒരു കാര്യം കൂടെ വേണം, നമുക്ക് ചീസ് വേണം. കാരണം ഇതൊരു പിസ്സ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ചീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചീസും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചീസ് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു പിസ്സ ചീസി ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചീസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ ആദ്യം ഒന്ന് നനയ്ക്കാം, ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇത് ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട്ലേറ്റിൻ്റെ പരുവത്തിനൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. അതിങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ഉരുളയാക്കിയാണ്, ഒരു ചെറിയൊരു റോള് പോലെ ആക്കിയിട്ട് അത് ഞാൻ ഇതുപോലെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ ഒന്നും കൂടെ ഒന്ന് കനം കുറച്ചിട്ട് നമ്മളിതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇച്ചിരി ചീസ് ഇടും, പിന്നെ നമ്മളിടുന്നത് അതിൻ്റെ ചിക്കൻ ഫില്ലിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ഒറിഗാനോ ഇഷ്ടമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാനിതൊരു റൗണ്ട് ഷേപ്പിൽ ഇച്ചിരി ഒരു കനം കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് കണ്ടോ, ഞാനെടുത്ത ചീസ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒത്തിരി വലുതായി പോയി. കണ്ടോ, നീളം കൂടിപ്പോയി. നമുക്ക് അത്രയും നീളം ഈ ഒരു കട്ട്ലേറ്റിൻ്റെ അകത്ത് വെക്കാൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിക്കണമായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആദ്യം ചീസ് വെച്ചു. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ അതൊന്ന് അതൊക്കെ നല്ലതുപോലെ ഒരു കൊട്ട പോലെ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മളിതിങ്ങനെ അതിപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കാണുമായിരിക്കും. ഞാനെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളൊരു കൊട്ട പോലെ ഇങ്ങനെ ആക്കി അതങ്ങ് മൂടി പിന്നെ എന്തെങ്കിലും ഇച്ചിരി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അതിനകത്തുനിന്ന് നമ്മുടെ ഉരുളൻകിഴങ്ങിൽ നിന്ന് ഇച്ചിരി ഉരുളൻകിഴങ്ങ് എടുത്ത് അതൊന്ന് മൂടി ഇതുപോലെ ഒന്ന് എടുത്ത് മൂടി ഞാനതൊന്ന് ഒരു കട്ട്ലേറ്റ് പരുവത്തിൽ അങ്ങ് പരത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. കട്ട്ലേറ്റ് ഇനി ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. നമുക്ക് ആദ്യം ചീസ് ഇടാം, പിന്നെ നമുക്ക് ഫില്ലിങ് വെക്കാം, ചിക്കൻ ഫില്ലിങ് വെക്കാം, അതിൻ്റെ മേലെ ചീസ് ഇടാം, അല്ലെങ്കിൽ ഇച്ചിരി ഒറിഗാനോ നിങ്ങൾക്ക് ചേർക്കാം. ഇനി അതല്ലെങ്കിൽ ഇച്ചിരി ഒരു നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് ഉണക്കമുളക് പൊടിച്ചതിൻ്റെ ഒക്കെ ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും, ചില്ലി ഫ്ലേക്സ്, അത് ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ എപ്പോഴും ആദ്യത്തെ റൗണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ വളരെ തിൻ ലെയർ എടുക്കാൻ നോക്കുക, എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോരുത്. ആ ഒരു തരത്തിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്. സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഒത്തിരി നേരം എടുക്കണു എനിക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ചിക്കൻ ഇട്ടു. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഇച്ചിരി ചീസും കൂടി ഇടുകയാണ്. ചീസൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലുള്ള മെയിൻ ഐറ്റമായിട്ട് കൊടുത്തു വിടാം. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കൂടെ ഒരു വലിപ്പത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ നമ്മൾ കൊടുത്തു വിടുന്നതിനേക്കാളും ഒക്കെ ഇച്ചിരി ഹെവിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമ്മളൊരു കൊട്ട പോലെ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളത് ഒന്ന് മൂടി വെക്കാനായിട്ട് ഇച്ചിരി കൂടെ പൊട്ടറ്റോ വെച്ച് ഞാനിതൊന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് വരാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 എണ്ണം ഇതുപോലെ നല്ലതുപോലെ പരത്തിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എണ്ണയിൽ പൊരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 3 കാര്യങ്ങൾ എടുക്കണം. ഒന്ന്, നമുക്ക് മൈദ എടുക്കണം, അതൊന്ന് മുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എടുക്കണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള നല്ല ഗോൾഡിഷ് കളറുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് 2 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 നമുക്ക് കട്ട്ലേറ്റ് പൊരിക്കാൻ ആവശ്യം. നമുക്കറിയാം കട്ട്ലേറ്റ് പൊരിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതിനകത്ത് മൈദ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. മൈദ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മുട്ടയ്ക്കകത്ത് മുക്കി
അതുപോലെ തന്നെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ നേരം നമ്മുടെ ഒരു എണ്ണ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അപ്പോൾ അത് എത്രയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എപ്പോഴും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ആ എണ്ണ നല്ലതുപോലെ തന്നെ ചൂടാവണം. അപ്പോൾ കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. പക്ഷെ നമ്മൾ എണ്ണ ചൂടാക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. നല്ല ചൂടോടുകൂടെ എണ്ണയിൽ വേണം നമ്മളിത് ഇടാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ മൈദയിലൊന്ന് മുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തു. പിന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടിയെടുത്തു. ഇനി നമുക്കിത് നേരെ തന്നെ നമ്മുടെ ചൂടായിട്ടുള്ള നമ്മുടെ എണ്ണയ്ക്ക് അകത്തോട്ട് ഇടാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ. നമ്മൾ മീഡിയം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നമുക്കതൊന്ന് മാറ്റണം. പക്ഷേ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം. നമ്മൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇതിൻ്റെ ഒരു കറക്റ്റ് ആയോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ഒരു ഗോൾഡിഷ് കളർ വരണം. കണ്ടോ, ഇപ്പം ഞാൻ ആദ്യം എടുത്തിട്ട് 2 അതാണ് ആദ്യം ഇട്ടത്. ബാക്കി 3 ഞാൻ പിന്നീട് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതങ്ങ് ഞാൻ പതുക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡിഷ് കളർ ആവുന്നത് വരെ വേണം നമുക്ക് ഒന്ന്, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇതേ ഗോൾഡിഷ് കളർ നമ്മൾ പുറകിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിസ്സ കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റോളം എടുക്കും കേട്ടോ ഒരു സൈഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതവിടെ 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2 പുറം നല്ലതുപോലെ ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പിസ്സ കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതിനേക്കാളേറെ സ്വാദുമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് അതിൻ്റെ അകം എങ്ങനെ ഇരിക്കണേന്നുള്ളത്. നമ്മളിതിനകത്ത് ചീസും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഈ കട്ട്ലേറ്റ്. അപ്പോൾ ഇതൊരു നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇനി കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല നമ്മുടെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു മെയിൻ ഒരു വറുത്തൊരു ഡിഷായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ പിസ്സ കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.